അമ്മേ അമ്മേ പ്രകൃതി ഉഗ്രരൂപിണി മൂലകാരിണി സൃഷ്ടി സംഹാരിണി സൃഷ്ടി സംഹാരിണി അമ്മേ എത്ര ഭീതിദം ഏകലോചനം എത്ര ഭീതിദം ഏകലോചനം വന്യമാമിരുളിൽ മാമരങ്ങളിൽ ഗുഹയിൽ ശിലയിൽ ശിക്ഷിതനായി ഞാൻ ശിക്ഷിതനായി ഞാൻ അമ്മേ വ്യർത്ഥയാത്രതൻ ഏതോ സന്ധിയിൽ വ്യർത്ഥയാത്രതൻ ഏതോ സന്ധിയിൽ അർത്ഥമറിഞ്ഞു സത്യമറിഞ്ഞു പിന്നെയും ഭ്രൂണമായി നിന്റെ ഗർഭാശയത്തിൽ നിന്റെ ഗർഭാശയത്തിൽ അമ്മേ ശാന്തസുന്ദരം തേജോരൂപം പുൽക്കൊടിത്തുമ്പിൽ മഞ്ഞുതുള്ളിയിൽ പൂവിൽ പുഴയിൽ കൊച്ചു കുഞ്ഞായി ഞാൻ കൊച്ചു കുഞ്ഞായി ഞാൻ അമ്മേ പ്രകൃതി ഉഗ്രരൂപിണി മൂലകാരിണി സൃഷ്ടി സംഹാരിണി സൃഷ്ടി സംഹാരിണി അമ്മേ എന്താടാ കണ്ണ് കണ്ടുകൂടെ? കാറിന് അടവയ്ക്കാനായി നടക്കുകയാ. അത് ആരാ അച്ഛാ? ഏതോ കാട്ടുജാതിക്കാരനാ. എന്ന് പറഞ്ഞാൽ ആരാ അച്ഛാ? കാട്ടിൽ ജീവിക്കുന്ന ആളുകളാണോളെ. ഹായ് അച്ഛാ, അതാ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്ലീസ് അക്സെപ്റ്റ് അവർ കണ്ടോലൻസ്. പത്രത്തിൽ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്തായിരുന്നു സാർ അസുഖം? വളരെ പെട്ടെന്നായിരുന്നു. സെറിബ്രൽ ത്രോംബോസിസ്. ഏത് കോട്ടേജാണ് മിസ് തോമസ്? സാറിന് ഇഷ്ടമുള്ള കോട്ടേജ് തന്നെ. E2. വളരെ വിഷമിച്ചാണ് അത് ഒഴിപ്പിച്ചത്. അത് വേണ്ടായിരുന്നു. മാറണമെങ്കിൽ മാറാം സർ. സീറ്റ് സാരമില്ല. മോളെ മോളെ പ്രിയേ, അച്ഛാ ഒന്നിങ്ങോട്ട് വരൂ അച്ഛാ.
കമോൺ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഒന്നിങ്ങ് വാ അച്ഛാ. തേൻ വേണമോ സാർ? ഒന്നാന്തരം കാട്ടുതേൻ. എവിടെ തേൻ? കാട്ടുതേൻ കുറച്ചിങ്ങോട്ട് ഒഴിച്ചേ. മോളെ പ്ലീസ് ബിഹേവ്. നമുക്ക് മുറിയിലേക്ക് പോവാം. അച്ഛ ഈ കാട്ടു മനുഷ്യൻ തേൻ തരുന്നില്ല, വാങ്ങിട്ട് താ അച്ഛാ. മുറിയിലേക്ക് കൊണ്ടുവരൂ. വാ മോളെ. അവന്റെ ഒരു ഗമ. പുതിയ ആളുകൾ വന്നപ്പോ അവന് നമ്മളെ ഒന്നും ഒരു മൈൻഡില്ല. താനും ചുമ്മാ ഇടോ അവിടെ. ചേട്ടാ, ആ കൊച്ചെങ്ങനെയുണ്ട്? ഹേമമാലിനി ചെറുപ്പമായതുപോലെ അല്ലേ? ഹേമമാലിനി. ചേട്ടന് ഹേമമാലിനിയെ പരിചയമുണ്ടോ? ഇല്ല, സൂപ്പർ സ്റ്റാർ ഹേമമാലിനിയെ എനിക്ക് പരിചയമില്ല. മിസ്റ്റർ രാജു, ഒരു 15 കൊല്ലത്തിനു മുമ്പ് മദിരാശിയിൽ നിന്നും ബോംബെയിലേക്ക് വന്ന ഒരു വെളുത്ത കൊലുന്നനെയുള്ള പെൺകുട്ടിയെ എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ പേരും ഹേമമാലിനി എന്നായിരുന്നു. അതൊരു പഴയ കഥയാണ്, നീണ്ട കഥ. ആ കഥയൊന്ന് കേൾക്കട്ടെ ചേട്ടാ. മിസ്റ്റർ ബാലു, നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സ്റ്റോറി ഡിസ്കഷൻ. ഈ കഥ കൂടെ കഴിഞ്ഞ് മതി ഡിസ്കഷൻ. അച്ഛാ, ഞാനെന്ന് പ്രശസ്ത പ്രൊഡ്യൂസർ ഡയറക്ടർ ശങ്കർലാൽ ഘോഷിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അൻമോൽ ഖടി, അനാർക്കലി, അനുപമ, ശങ്കർദ കത്തി നിൽക്കുന്ന കാലം. ചേട്ടൻ ഏത് കഥയാ പറയുന്നത്? ഹേമമാലിനിയുടെ കഥ പറയാം. ഞങ്ങളുടെ കമ്പനിയിലെ അക്കൗണ്ടന്റ് സാമിയാണ് അവളെ ബോംബെയിലേക്ക് കൊണ്ടുവന്നത്. നന്നായി ഡാൻസ് ചെയ്യും, അസലായി അഭിനയിക്കും. പക്ഷേ ഹിന്ദി വശമില്ല. നീങ്ക കൊഞ്ചം ഹിന്ദി കറ്റുകൊടുങ്ങോ എന്ന് സാമി. ഞാനവളെ ഹിന്ദി പഠിപ്പിച്ചു. അയ്യോ, ഹേമമാലിനി ഹിന്ദി പഠിപ്പിച്ചത് ചേട്ടനാണോ? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തുണ്ടാകാൻ? ഒന്നും ഉണ്ടായില്ല. ശങ്കർലാലിന്റെ കമ്പനി പൊട്ടി. അല്ല, അതിനുശേഷം ഹേമയെ കണ്ടിട്ടേ ഇല്ലേ? എങ്ങനെ കാണാൻ? അതിനുശേഷം ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നില്ലേ, ടു ഡയറക്ട് യുവർ ഫിലിം. ഏതായാലും നമ്മുടെ പടത്തിൽ ഹേമമാലിനി വേണം. ചേട്ടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ലല്ലോ. ഓക്കെ. ഏതായാലും ഞാൻ ഈ കഥ എഴുതുന്നു പൂർത്തിയാക്കട്ടെ. ടിൽ ദെൻ ഡോണ്ട് ഡിസ്റ്റർബ് മീ. വി ഷൽ ഫോർഗെറ്റ് അബൌട്ട് ഹീറോയിൻസ് നൗ. നീ ആ തേനൊക്കെ അവന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തല്ലേടാ? Who is this chap? ചിന്നൻ. Oh, lovely. Very good for a tribal character. നിനക്ക് സിനിമയിൽ അഭിനയിക്കാം. പിടിച്ചോടാ, വിദേശിയാ, പിടിച്ചോ. അവൻ കൊണ്ടുപോട്ട് ഇരി. Oh God, who is this bloody tribe? ലതേ, ഒന്ന് വേഗം ഒരുക്കെ. സൂര്യൻ കുന്നിന് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ ഇന്നില്ലെങ്കിൽ അസ്തമയം കാണാൻ പറ്റില്ല. ഇതാ ഞാൻ തയ്യാറായി. സാരി ഒന്ന് എടുത്താ മതി. ശ്ശോ, ഈ നാശം പിടിച്ച പൊട്ടു ശരിയാവുന്നില്ല. ദേവേട്ടാ, ഈ പൊട്ട് ശരിയാണോ? ശരിയായില്ല. ഞാൻ തൊടിക്കാം. നീ വരും. കണ്ണാടി നോക്ക്. കൊള്ളാം. ഇതെവിടുന്ന് പഠിച്ചു? ഈ വെള്ളലോട് ചോദിക്ക്. അവരെവിടെ നിന്നോ പഠിച്ചാണ്. ദേവേട്ടന്റെ വിരലുകൾക്ക് എന്ത് ഭംഗി. വേഗം സാരി എടുക്ക്, നേരം പോയി.
അസ്തമയം കാണാനൊത്തില്ലെങ്കിൽ ഇന്നത്തെ രാത്രി നമുക്ക് നഷ്ടപ്പെടും. ഓ, എനിക്ക് വയ്യ കുന്നു കയറാൻ. നമുക്ക് നാളെ പോവാ. ശോ, അത് പറ്റില്ല, പ്ലീസ്. വരും, സാരി ഞാൻ തന്നെ ഉടുപ്പിക്കാം. ഇത് തന്നെ കൊള്ളാം. വേണ്ട. ഇത് മതി, നല്ല സാരി. എന്റെ പൊന്നല്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലേ? ശ്ശോ, ഇനിയിപ്പോ ഒന്ന് കൊടുക്കുക അങ്ങനെ തിരിയോ. നേരം പോയി എളുപ്പട്ടെ. എന്റെ നന്ദിനിക്കുട്ടി, നിനക്ക് വിശക്കുന്നോ? നിനക്ക് എന്തെങ്കിലും തിന്നാൻ തരട്ടെ? അമ്മ എവിടെ മോളെ? അമ്മ കണ്ടില്ലല്ലോ. അമ്മ എവിടെ? പറയടി. എന്റെ അമ്മ മരിച്ചുപോയി. ബോധം കെട്ട് വീണു. ആശുപത്രി കൊണ്ടുപോയി. മരിച്ചു. നീ കണ്ടില്ലേ? നിന്റെ അമ്മ മരിച്ചുപോയോ? മോളെ, പാവക്കൂട് കൂടി കൊണ്ടുപോന്നോ? വരൂ, കാപ്പി കുടിച്ചിട്ട് നമുക്കല്പം നടക്കാൻ പോവാം. തണുപ്പുണ്ട്, ഷാള് പൊതിച്ചോളൂ. Hello, see nature. I see nature, you Lovely girl. lovely boy. Raju, Malu, see, they are enjoying nature. Come on, let us go. Oh, we should not disturb. I distract you. Let us. അമ്മേ, തായേ, എന്നെ രക്ഷിക്കണേ. ഞാൻ ആരും ഇല്ലാത്തവനല്ലേ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. വരുന്ന കുരുതിക്ക് ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തരാമേ. എന്നെ രക്ഷിക്കണേ. അമ്മയുടെ മോളെ, അമ്മ, അമ്മേ, അമ്മേ, അമ്മയുടെ മോളെ, അമ്മേ.
നീ എന്തിനെന്നോട് ഇത് ചെയ്തു? നീയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നറിയില്ലേ? ഈ ബുദ്ധി ഉറയ്ക്കാത്ത കുട്ടിയെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവളെ ഞാൻ ആരും ഏൽപ്പിക്കും? നമുക്കൊരുമിച്ച് ജീവിച്ച് മതിയായില്ലല്ലോ രാജി. പിന്നെ നീ എന്തിനെന്നെ വിട്ടുപോയി?
ഇന്നത്തെ അസ്തമനത്തിന്റെ തുടിപ്പ് മുഴുവൻ നിന്റെ മുഖത്തൊപ്പിയെടുത്തോ? ദേവേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന് മനസ്സിലായി. അതെന്താ? ഞാൻ കവിത എഴുതാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ദേവേട്ടനെ. അതാണോ? എനിക്ക് നീയും കവിതയും രണ്ടല്ല. നീയാകുന്ന കവിത, കവിതയാകുന്ന നീ. എന്നിൽ നീ അലിയുമ്പോൾ നീയില്ല, ഞാനില്ല, ഈ മുറിയില്ല, ആ മലനിരകളില്ല. ഒന്ന് മാത്രം കവിത, കവിത മാത്രം. ഒന്ന് നിർത്തൂ. ഈ കവിത കേട്ട് കേട്ട് എനിക്ക് ബോറടിച്ചു. ഒന്ന് വിടോ. എനിക്ക് നിനക്കും തമ്മിൽ മറകളൊന്നും ആവശ്യമില്ല. മതിയച്ചാ, ഇതുകൂടെ കഴിക്കുമോളെ. ഞാനിപ്പോ വരാച്ചാ. എവിടെ പോകുന്നു? ഇപ്പൊ വരാച്ചാ. ദൂരെയൊന്നും പോണ്ട.
ഈ പൂക്കൾ എനിക്ക് തരാമോ? ഭാര്യ മരിച്ച ശേഷം സാറിന് വർക്ക് ചെയ്യാൻ താല്പര്യം നഷ്ടപ്പെട്ടവനുണ്ട്. കഷ്ടമായി പോയി. അവർ നന്നായി ചെറുപ്പമായിരുന്നു അല്ലേ? നീ അവരെ കണ്ടിട്ടില്ലേ? നല്ല സുന്ദരിയായിരുന്നു. സാറിന്റെ മോൾക്ക് എന്താണോ കുഴപ്പം? പോടാ, ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. പഠിക്കാൻ അല്പം മോശമായിരുന്നു, അത്രേ ഉള്ളൂ. നീ നോട്ടം വിട്ടിരിക്കാൻ തോന്നുന്നു. ആയിക്കോ, 6 മാസത്തിനകം ഡോക്ടറേറ്റ് കഴിയും. പോടാ, സാറിന്റെ ഇന്റലക്ച്വൽ ഓണസ്റ്റി ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ മോളെ സാറ് നമുക്കൊന്നും തരികയുമില്ല. കുലം, ഗോത്രം, സ്വത്ത് ഇവയെല്ലാം നോക്കിയേ സാറ് പെണ്ണിനെ ആർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ. മോളെ ആരാ? ആ, രാജേന്ദ്രൻ വന്നോ? ഗുഡ് മോർണിംഗ് സാർ. വരൂ. മോർണിംഗ് മോർണിംഗ്. ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ കിട്ടി? ഒരെണ്ണം ഒഴികെ. ഗോർഡൻ ചൈൽഡിന്റെ മാൻ മേക്സ് ഹിംസെൽഫ് കിട്ടിയില്ല. ആ, അത് വീട്ടിൽ കാണണം. രണ്ടുപേരും ഇരിക്കൂ. ആ സാർ, പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി മാറ്റർ കൂടി ഉടനെ എത്തിക്കാൻ പറഞ്ഞു. ഞാനിവിടെ വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല. ആ പ്രൂഫ് എവിടെ? വരുന്ന വഴിക്ക് വിശാലാക്ഷി ടീച്ചറെയും കൃഷ്ണമേനോൻ സാറിനെയും പ്രൂഫ് കാണിച്ചിരുന്നു. ആ, ഇത്രയും ഒറിജിനലായ വർക്ക് അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ലെന്ന് കൃഷ്ണമേനോൻ സാർ പറഞ്ഞു. മനുഷ്യവംശത്തിന്റെ പരിണാമം ഒരു ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട സാർ. മോളെ വേണ്ട സാർ. ആ ബെല്ലം നടിക്ക്. ഇവളോടെ പോയി? മോളെ എടോ, 2 കപ്പ് കാപ്പി കൊണ്ടുവരും. ശരി സാർ. ആ, പിന്നെ എന്റെ മകളെ അവിടെ എവിടെയും കണ്ടാൽ ഇങ്ങോട്ട് വരാൻ പറയും. ശരി. എക്സ്ക്യൂസ് മീ. പ്രകൃതി ഭംഗി ആസ്വദിക്കായിരിക്കും. ഹണിമൂണിന് പറ്റിയ സ്ഥലമാണ്. എന്ത് ചെയ്യാം, അച്ഛനോട് തോന്നണ്ടേ? എന്റെ അച്ഛൻ വലിയ പണക്കാരനാണ്. ബസ് സർവീസ്, ഫാക്ടറി, കോൺട്രാക്ട്. പക്ഷെ ജോളിയെ ജീവിക്കാൻ അറിഞ്ഞുകൂടാ. മറ്റുള്ളവർ ജീവിക്കുന്നത് ഇഷ്ടവുമല്ല. അതുപോട്ടെ, എന്താ പേര്? മൈ നെയിം ഈസ് രാജു മേനോൻ. രാജു എന്ന് വിളിക്കും. കാട്ടുമനുഷ്യനാണോ? തേനുണ്ടോ? കിട്ടിയില്ല. അതെന്താ? മുട്ട, കാട്ടുവഴിയുടെ മുട്ട വേണോ? കാട്ടിൽ ഒറ്റയ്ക്ക് നടക്കണ്ട. എന്താ നടന്നാൽ? നടന്നാ ആന വന്നാലോ? എന്താ പേര്? ചിന്നൻ. എന്റെ പേര് പ്രിയ. 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 പ്രിയ.
കൊണ്ടുവരൂ. ആ. മോളെ 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 നീ എവിടെ പോയിരുന്നു? പൂ പറിക്കാൻ. ഒറ്റയ്ക്ക് ഇങ്ങനെ എവിടെയും പോരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മോളെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വാ. വീട്ടിലേക്ക് പോകണ്ട അച്ഛാ, അവിടെ അമ്മയില്ലല്ലോ. വരൂ. മതിയോ? ഇനി രണ്ടെണ്ണമേ ഉള്ളൂ. അതുകൂടി തരട്ടെ. ദേവേട്ടന് ഒരു യാത്ര ഒഴിവാക്കാമല്ലോ. അയ്യോ, ഇത് മതി. എന്റെ പൊന്ന് വിഷമിക്കരുത്. നീ എന്നെ വിശ്വസിക്കണം. നിന്നെ ഒരു സ്വർണ്ണരഥത്തിലിരുത്തി നമ്മുടെ നഗരവേദിയിലൂടെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകും. മതി, ദേവേട്ടൻ പോയി വരൂ. ആ മാനേജർ ചീത്ത വിളിക്കുന്നതിന് മുമ്പ് ബില്ല് എടുക്കണം. നിന്റെ ഈ നിറഞ്ഞ കണ്ണുകൾ കണ്ടുകൊണ്ട് ഞാൻ യാത്ര പറയില്ല. ചിരിക്കൂ. ഇന്ന് താമസിക്കാതെ വരണം. തനിച്ചിരിക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങോട്ട് 2 മണിക്കൂർ, ഇങ്ങോട്ട് 2 മണിക്കൂർ. കൃത്യം 4 മണിക്ക് ഞാൻ ഇവിടെ എത്തും. പോയി വരട്ടെ. അങ്ങനെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലേക്ക് മടങ്ങി വരിക. അവന്റെ കാമുകി കാത്തിരുന്നു. അവസാനം ലെറ്റ് മീ ഹാവ് എ സിഗരറ്റ്. ഐ കാൻറ്റ് വിത്ത്സ്റ്റാൻഡ് ബാലു. അവസാനം അവൾ അടുത്ത വീട്ടിലെ ഗോവിന്ദനെ കല്യാണം കഴിച്ചു. What a pity. ആ ബന്ധത്തിൽ അവർക്ക് 4 കുട്ടികളുണ്ടായി. അതും ഇരട്ടപ്രസവം. അപ്പോഴാണ് ഈ പഴഞ്ചൻ കഥയൊന്നും ഇക്കാലത്ത് വിൽക്കില്ല ചേട്ടാ. ചേട്ടാ, കഥ നമുക്ക് വേറെ വിവരമുള്ള ആരെയും കൊണ്ട് എഴുതിപ്പിക്കാം. ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തോ? യെസ്. അല്പം സെക്സും വയലൻസും ഒക്കെ ആയിട്ട്. ഓക്കെ രാജു, സെക്സും വയലൻസും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സെന്റിമെന്റ്സ് ആണ് എന്നും എപ്പോഴും എവിടെയും ആളുകളെ പിടിച്ചിരുത്തുന്നത്, ഈവൻ ഇൻ ഹോളിവുഡ്. അതുകൊണ്ട് ചേട്ടാ ഒന്ന് നിൽക്കണേ. അവൻ ഇന്നും ഒറ്റക്ക് പുറത്തിറങ്ങി. ഇനി ബസ് കയറി പോകും. വൈകുന്നേരമേ തിരിച്ചു വരും. താൻ അവിടെ ഇരിക്കണോ? ചുമ്മാ വായിൽ വെള്ളം ഒലിപ്പിച്ച് നടക്കാതെ. അല്ല, ഞാനിപ്പോ വരാം. ഈ ബാലുവിനെ സൂക്ഷിക്കണം. ഇവനെ പോലുള്ളവരാണ് സിനിമാ രംഗം വഷളാക്കുന്നത്. What about some drinks, Chachu? I have no money. गुजर गया वो ज़माना. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ദേവേട്ടൻ പോയില്ലേ? എന്താ? ഞാൻ ബാലു. അടുത്ത കോട്ടയിൽ താമസിക്കുന്ന ആളാണ്. എന്താ വേണ്ടത്? എനിക്ക് മിസ്റ്റർ ദേവനെ ഒന്ന് കാണണമായിരുന്നു. ദേവേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ല. അല്ല, എനിക്ക് ശ്രീമതി ലതാദേവിയോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ പുറത്തിറങ്ങ്, എനിക്ക് കഥ അടയ്ക്കണം. അല്ല, ഞങ്ങളൊരു സിനിമ എടുക്കാൻ തുടങ്ങുന്നു. ആ വയസ്സൻ ഡയറക്ടർ, മറ്റേത് പ്രൊഡ്യൂസർ. വലിയ പണക്കാരനാ. ഞാൻ കോ പ്രൊഡ്യൂസർ. നീ വെളിയിലിറങ്ങണം. അല്ല, പടത്തിൽ മിസ്റ്റർ ദേവനും ശ്രീമതി ലതാദേവിയും നായികാനായകന്മാരായ ഇറങ്ങടാ വെളിയിൽ.
രാജുവിന് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? എന്താ വേണ്ടതെന്ന് എന്നോട് പറയൂ. ഇത് വെറും ഒരു സിനിമാക്കാരന്റെ വാക്കല്ല. പറയൂ, എന്റെ രാജുവിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കല്യാണം നടത്താൻ 2-3 കൊല്ലമായിട്ട് അച്ഛനും അമ്മയും ശ്രമിക്കുക. പെണ്ണൊക്കുമ്പോൾ പണം ഒക്കെയില്ല. പണം ഇഷ്ടം പോലെയുള്ളിടത്ത് പെണ്ണ് മഹാബോർ. ഇപ്പൊ ഞാനൊരു പെണ്ണിനെ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാവും. കല്യാണം കഴിഞ്ഞ് ഞാൻ ഫാദറിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിക്കും, ചേട്ടനെ ഏൽപ്പിക്കും. എന്നിട്ട് നമ്മൾ സ്റ്റൈലായിട്ടൊരു സിനിമ എടുക്കും. വണ്ടർഫുൾ ഐഡിയ. പെണ്ണെവിടെയാണെന്ന് പറയൂ. പെണ്ണിനോടല്ല, പെണ്ണിന്റെ തന്തയോടാ സംസാരിക്കേണ്ടത്. അവളുടെ അപ്പൂപ്പനോട് സംസാരിക്കും. ദാറ്റ് ഈസ് ബോംബെ തരം. പെണ്ണേളെന്ന് പറയൂ. കമാൺ. ഈറ്റൂർ കോട്ടയിലെ പണിക്കർ സാറിന്റെ മകൾ പ്രിയ. വിവരങ്ങളൊക്കെ ഞാൻ തിരക്കി. ഒറ്റ മകളാ, ഇഷ്ടം പോലെ പണവും ഉണ്ട്. അമ്പടാ വീര, അതാണ് ഈ കറക്കത്തിന്റെ രഹസ്യം അല്ലേ? ശരിയാക്കാം, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ഏറ്റു. വാട്ട് അബൌട്ട് സം ഡ്രിങ്ക്സ്? ശരിയാക്കാം. താങ്ക് യു സാർ. സാറിനെ അന്വേഷിച്ച 2-3 പേർ. I'm sorry. നമുക്ക് അകത്തേക്ക് പോകാം. ഏതാടാ ഈ പയ്യൻ? ഒരു അമിതാഭ് ബച്ചൻ സ്റ്റൈലിൽ. എനിക്ക് മനസ്സിലായി. ആരാ? എന്റെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ചേട്ടാ, ചേട്ടാ കണ്ണുകൾ മാറ്റിവെക്ക്. ചേട്ടാ, എന്താ? ഒരു പുതിയ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. ചേട്ടൻ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്കറിയണം. ചെൽമേ. അതായത് വില്ലൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. കറുത്ത കണ്ണാടി, കൗബോയ് വേഷം, അംജദ് ഖാന്റെ എക്സ്പ്രഷൻ. വില്ലനാണോ? വിഷമിക്കണ്ട. എത്രയോ വില്ലന്മാരെ ചെങ്കുത്തായ പാറക്കെട്ടിന്റെ ഒത്ത മുകളിൽ വെച്ച് ഈ കൈ കൊണ്ട് ഞാൻ 200 അടി താഴെയുള്ള കടലിലേക്ക് തള്ളിയിട്ടുണ്ടെന്ന് അറിയാമോ മിസ്റ്റർ ബാലുവിന്? ചേട്ടന് സ്റ്റണ്ടും അറിയാമോ? സ്റ്റണ്ടല്ല, പിന്നെ ഡമ്മി. വെറും ഡമ്മി. എന്ന് വെച്ചാ പറയാം. ലെറ്റ് മീ ഹാവ് എ ഡ്രിങ്ക്. വില്ലന്റെ അതേ രൂപത്തിൽ വക്കോൾ കൊണ്ടുണ്ടാക്കുന്ന ഡമ്മി. ഇതാണ് ഡമ്മി. അതേ കോട്ട്, അതേ കണ്ണാടി, അതേ തൊപ്പി. എന്നിട്ട് ആ വീഴ്ച ക്യാമറയിൽ ഒപ്പിയെടുക്കുക. കറക്റ്റ്. ഓക്കെ, വണ്ടർഫുൾ ഷോട്ട്, isn't it? ഹലോ, ബുക്ക് എ കോൾ ടു മുണ്ടക്കയം 210. അതെ, 210 അർജന്റ് കോൾ. കമ്പി കിട്ടിക്കഴിഞ്ഞപ്പം ഒറ്റ വീഴ്ചയാ. പിന്നെ ബോധം വീണിട്ടും ഒരേ കിടപ്പ് തന്നെ. എന്റെ രാജി, നീ എന്നെ തനിച്ച് വിട്ടേച്ച് പോയി കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് ഒരേ കരച്ചില്ല. പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനപ്പെടുത്തി. ഞാൻ എയർപോർട്ടിൽ വിളിച്ചു. ഒരു രക്ഷയുമില്ല. ഒരാഴ്ചത്തേക്ക് ഒരു സീറ്റുമില്ല. പിന്നെ ട്രെയിനിൽ പോരേണ്ടി വന്നു. അത് എന്നെ വളരെ വിഷമിച്ച. എന്താ മോളെ ഇത്? തലയിൽ എണ്ണ കഴിക്കാറും കുളിക്കാറും ഒന്നുമില്ലേ? അവൾ ഇത്രയും വേഗം എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ കരുതിയില്ല. വീട്ടിൽ രോഗി ഞാനായിരുന്നല്ലോ.
എനിക്ക് മരുന്ന് തരാൻ ഒരിക്കലും മറന്നു പോകാത്തവൾ എന്നെങ്കിലും മരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാജി പണ്ടും വലിയ വാശിക്കാരിയായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ബുദ്ധിമുട്ടാനും അവൾക്ക് ഒരു മടിയില്ല. സ്വന്തം കാര്യത്തിൽ മാത്രം ഒരു ശ്രദ്ധയില്ല. എന്റെ ഈശ്വര, അവൾക്ക് ഇങ്ങനെ ഒരു വിധി. രാജിയില്ലാത്ത വീട്ടിൽ ഒരു ദിവസം പോലും കഴിയാൻ തോന്നിയില്ല. ഇവിടെ വന്നപ്പോൾ ഇതേ മുറിയിൽ ഞങ്ങൾ പണിക്കിലിട്ട് സമാധാനമായിട്ടിരിക്കണം. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്ത് കാര്യം? അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ പറ്റൂ. സാർ, സാധനങ്ങളൊക്കെ C1 വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ആ നീ വരുന്നില്ലേ സുരേഷ്? കൂടെ വരുമോ? അതാരാച്ച? മോളുടെ അമ്മയുടെ കൂട്ടുകാരിയാ ആ അമ്മ. കൂടെയുള്ളത് ഭർത്താവും മകനും. നമ്മൾ പണ്ട് ഡൽഹിയിൽ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ? നീ അന്ന് നന്നേ കുഞ്ഞായിരുന്നു. ആ മോള് വേണമെങ്കിൽ അവരുടെ മുറിയിലേക്ക് പൊക്കോളൂ. അമ്മേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അമ്മയുടെ പൊന്നു മോനൊരു അത്യാവശ്യ കാര്യം പറഞ്ഞാൽ അമ്മ കേൾക്കില്ലേ? നോനോ, ഫോണിൽ പറയാൻ പറ്റില്ല. അത്യാവശ്യമായിട്ട് അമ്മ വന്നേ പറ്റൂ. അച്ഛനോട് എന്തെങ്കിലും ഒഴിവൊഴിവ് പറയണം. അമ്മ തന്നെ പോവാം പ്ലീസ്. അമ്മേ, എന്റെ പൊന്നമ്മയല്ലേ, വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അമ്മ വന്നേ പറ്റൂ പ്ലീസ്. രാജു, ഈ കളി നല്ലതിനല്ല പറഞ്ഞേക്കാം. താൻ തന്റെ പാട്ടിന് പോടോ, ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടുന്നില്ല. പക്ഷെ ഞാൻ അമ്മയോടൊരു വാക്ക് പറഞ്ഞതിന്റെ പേരില അമ്മ പണം തന്ന് ഇങ്ങോട്ട് അയച്ചത്. തന്റെ ഒരു വാക്കും കുന്തവും. രാജു ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിൽ താൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ അല്ലേ? അതല്ലേ ചേട്ടാ ഞാനും പറയുന്നത്. വെറും പ്രൊഡ്യൂസർ ആണെങ്കിൽ പോട്ടെ, രാജു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോവല്ലേ. ചേട്ടാ, ആ പ്രേമരംഗം ഒന്ന് വായിച്ചാട്ടെ. രാജു അതെങ്ങനെയാ അഭിനയിക്കാൻ പോകുന്നത് നമുക്ക് കാണാലോ. താൻ തന്നെ അഭിനയിച്ചോ? പ്രേമം തന്റെ സ്ഥിരം തൊഴിലല്ലേ? പ്രേമം എന്റെ ഒരു ദൗർബല്യം തന്നെ. പക്ഷെ അതുപോലെ ദൗർബല്യമുള്ളൊരു പെണ്ണിനെ കണ്ടുകിട്ടണ്ടേ? സ്നേഹിക്കാൻ കൊള്ളാവുന്ന എത്ര പെൺകുട്ടികൾ വേണം? നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വരൂ. ഞാൻ അതല്ലേ ചേട്ടാ ഈ പാടുപെടുന്നത്. യോഗമുണ്ടെങ്കിൽ ഞാനും സിനിമാ രംഗത്ത് എത്തും. കോടി കൂത്തും. നീ ചൊറി കുത്തും. തരിശുഭൂമി കാണുമ്പോ നമ്മുടെ നാടിനെ കുറിച്ച് ലജ്ജ തോന്നും. ജപ്പാനിലോ മറ്റോ ആയിരുന്നെങ്കിൽ. പ്രിയേ, എങ്ങോട്ട് പോകുന്നു? ഇത് കണ്ടോ? എന്ത്? പൂമ്പാറ്റകൾ. പ്രിയ, കാട്ടൊന്നും പോകണ്ട, വല്ല പാമ്പ് മറ്റോ കാണും. പ്രിയേ, ഇങ്ങോട്ട് വരണാ പറഞ്ഞത്. ഈ പ്രദേശത്ത് ഒരു ഫാക്ടറി തുടങ്ങിയാൽ എത്ര നന്നായിരുന്നു. റോ മെറ്റീരിയൽസ് ഇവിടെ തന്നെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ കിട്ടും. വിദ്യുത് ശക്തിക്കും വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല. എന്തൊരു ലാഭമായിരിക്കും. പ്രിയ എന്ത് പറയുന്നു? എന്ത്? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. വരൂ, നമുക്ക് പോവാം.
ഹായ് ചിന്നൻ. പ്രിയേ, എന്താണിത്? ചിന്നനേറിയില്ലേ? കാട്ടുജാതിക്കാരനാ. തേൻ കൊണ്ടുവരും. എല്ലാം വേണോ? ഹായ്, കടിക്കോ? ഇല്ല, പാവമാ. വേണ്ട, ഇയാള് കൊണ്ടുപോ. ഡേയ്, ആ മുയലിനെ എനിക്ക് വേണം. നീ ഇതാ. വിൽക്കുന്നില്ല. 10 രൂപ പോരായിരിക്കും. പിന്നെ നിനക്ക് എത്ര കാശ് വേണം? കാശ് വേണ്ട, വിൽക്കുന്നില്ല. നിനക്ക് ഈയിടെ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ആരെന്ന് വിചാരിച്ചടാ നീ? മിസ്റ്റർ, നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. നിങ്ങൾ ആരാ ചോദിക്കാൻ? അല്ല, കണ്ടിട്ട് അല്പം വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് തോന്നി. കോട്ടയിൽ താമസിക്കുന്ന ആളല്ലേ? വെറുതെ ഈ കാട്ടുജാതിക്കാരനുമായി. അങ്ങനെയല്ല, യുവമാരെ നിങ്ങൾക്ക് അറിയില്ല. നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ തലയെ കയറും. മുയലിനെ നിങ്ങൾ വാങ്ങിക്കൊള്ളൂ, ഞങ്ങൾക്ക് വേണ്ട. പ്രിയ, വരൂ, നമുക്ക് പോവാം. വേണ്ടേ? വേണം. പിടിച്ചോ. ചെവിയില്ലേ? വിടല്ലേ? അങ്ങനെ. പ്രിയേ, അതങ്ങനെ തിരിച്ചു കൊടുക്ക്. എടേ, അത് തിരിച്ച് വാങ്ങിക്ക്, ഞങ്ങൾക്ക് വേണ്ട. ആ വൃത്തികെട്ട ജന്തുവിനെ വിട്ടേക്കു പ്രിയേ. ഈ മുയലിനെ എനിക്ക് വേണം. വെറും കൊച്ചു കുട്ടികളെ പോലെ. പിന്നെ ഞാൻ എടുത്തോ. ഒരുപാട് ഓഫർ വന്നു. ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അവന് വലിയ ദേഷ്യമാണ്. ഇന്നത്തെ കാലത്ത് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ഇല്ലെങ്കിൽ രക്ഷയില്ലെന്നാ അവൻ പറയുന്നു. അല്ല, അവൻ പറയുന്നതിനും കാര്യമുണ്ട്. ശരിയാണ്. നമ്മുടെയൊക്കെ കാലത്ത് എന്തെങ്കിലും സർക്കാർ ഉദ്യോഗം കിട്ടിയായിരുന്നു വലിയ കാര്യം. MBA ക്ലാസ്സുള്ള പിള്ളേരെ റാഞ്ചി കൊണ്ട് പോവാണ് വലിയ വലിയ കമ്പനിക്കാര്. ഞാൻ അവനോട് പറഞ്ഞു, 4-5 കൊല്ലം എവിടെയെങ്കിലും ജോലി നോക്ക്, എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ റിട്ടയർ ചെയ്യും. സുരേഷിന്റെ അഭിപ്രായം അനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലത്? ഹാ, അതിന് എന്റെ കൈ പണം വേണ്ടേ? ചേട്ടൻ അറിഞ്ഞൂടെ എന്റെ പൊസിഷൻ? വല്ല 1-2 ലക്ഷം രൂപയാണെങ്കിൽ എങ്ങനെങ്കിലും ശരിയാക്കാമെന്ന് വെച്ചാൽ 5 ലക്ഷം രൂപയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാ അവൻ പറയുന്നത്. അല്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. വല്ല ബാങ്ക് ഫൈനാൻസോ മറ്റോ സംഘടിപ്പിച്ചുകൂടെ? ബാങ്ക് ഫൈനാൻസ് എല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്കീം മൊത്തം 20 ലക്ഷത്തിൻ്റെത്. നമ്മൾ 5 ലക്ഷം, ബാങ്ക് 15, മൊത്തം 20 ലക്ഷം. അങ്ങനെ 20 ലക്ഷം രൂപ മുടക്കിയാൽ മുഴുവൻ ചെലവും പലിശയും കഴിഞ്ഞ് വർഷത്തിൽ 2 ലക്ഷം രൂപ ആദായം കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഹാ, ചെറിയ തോതിൽ എന്തെങ്കിലും തുടങ്ങിയാൽ നഷ്ടമാണെന്ന് അവൻ പറയുന്നത്. അതിരിക്കട്ടെ, ഞാൻ പണിക്കരേട്ടനോട് പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. ഞങ്ങൾക്ക് 2 ദിവസത്തിനകം തിരിച്ചു പോകണം. പ്രിയയും കൂടി കൊണ്ടുപോകണമെന്നാ ജാനകിക്ക് നിർബന്ധം. അവളെയും കൊണ്ട് പണിക്കരേട്ടന് വിഷമമായിരിക്കുമെന്നാ ജാനകിയുടെ അഭിപ്രായം. അനുഭവിക്കാനുള്ളത് അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ രാഘവൻ പിള്ളേ? കൊച്ചുകുട്ടികളുടെ മനസ്സാണ് അവളുടേത്. അവളുടെ അമ്മയെപ്പോലെ അവളുടെ പാകത്തിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാലും അതിനെപ്പറ്റി ഓർത്ത് പണിക്കരേട്ടൻ വിഷമിക്കണ്ട. ജാനകി അവളെ സ്വന്തം മകളെ പോലെ നോക്കിക്കോളും. ജാനകിയും രാജിയും 2 ശരീരമായിരുന്നെങ്കിലും മനസ്സൊന്നാ. അല്ലാതെ അറിയാമല്ലോ. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇത്ര പെട്ടെന്ന് അവളെ വിട്ട് ഇപ്പൊ ഞങ്ങളോട് അയക്കാൻ വിഷമമാണെങ്കിൽ അയക്കണ്ട. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. ഇതെന്താണ് മോളെ? അച്ഛാ, മുയൽ നല്ല ഭംഗിയുണ്ടല്ലേ അച്ഛാ? ഇത് എവിടുന്ന് കിട്ടി? ചിന്നൻ കാട്ടിൽ നിന്നും പിടിച്ചതാ. എന്നാൽ പോയി വരാം. ആ, അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് നീ പറയുന്നതും പറയാത്തതും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മേ, എനിക്ക് തോന്നുന്നു ആ കുട്ടി നോർമൽ അല്ലെന്നാണ്. എടാ, അനാവശ്യം പറയുന്നു. നിനക്കറിയാവുന്ന ഡൽഹിയിലെ പെൺകുട്ടികളെ പോലെ അവൾ ഫാസ്റ്റ് അല്ലേ ആയിരിക്കും. അതുകൊണ്ട് അവൾ നോർമൽ അല്ലെന്ന് പറയുന്നു. അമ്മേ, പ്രിയ പെരുമാറുന്നത് 5 വയസ്സുള്ള കുട്ടികളെ പോലെയാ. കൊച്ചു കുട്ടികളെ പോലെയാണ് പ്രിയ. ബുദ്ധി ഉറക്കാത്ത ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണമ്മേ? മോനെ,
നീ പറയുന്നത് പോലുള്ള കുഴപ്പങ്ങളൊന്നും അവൾക്കില്ല. നീ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണുകയാണ്. അമ്മേ, വകത്തിരിവുള്ളൊരു ജീവിത പങ്കാളിയാണ് എനിക്ക് ആവശ്യം. ഗൗരവമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രിയയോട് സംസാരിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? കുടുംബ ജീവിതത്തെക്കുറിച്ച് നിന്നെക്കാൾ എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. പ്രിയയെ കല്യാണം കഴിക്കുന്ന പുരുഷൻ ഏറ്റവും ഭാഗ്യവാനായിരിക്കും. ശരിയാണ്. കാരണം പ്രഭാകര പണിക്കരുടെ ഏക പുത്രിയാണ് പ്രിയ. പണിക്കർക്ക് കണക്കറ്റ സ്വത്തുമുണ്ട്. എന്താണ് അമ്മയും മോനും കൂടെ ചൂട് പിടിച്ചൊരു ചർച്ച ഞാനും കൂടെ കേൾക്കട്ടെ. സുരേഷിന് പ്രിയയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന്. കാരണം ബുദ്ധി ഉറക്കാത്തൊരു കുട്ടിയെ നിനക്ക് വേണ്ടത് 3-4 ലക്ഷം രൂപയാണ്. കൂട്ടത്തിൽ കുട്ടി കാണാൻ കൊള്ളാവുന്നതായിരിക്കണം. ജാതി മതം മറ്റ് ചുറ്റുപാട് നന്നായിരിക്കണം. അത്രല്ലേ വേണ്ടൂ? ശരിയായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കുട്ടിയെ എനിക്ക് വേണ്ട. പ്രിയയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് ആര് പറഞ്ഞു? നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണ്? അത് പോട്ടെ, രാജി മോളെ നല്ലപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ നിന്നെപ്പോലെ വലിയ പരീക്ഷയൊന്നും പാസ്സായിട്ടില്ലായിരിക്കും. ശരി, നമുക്ക് ഈ സംവാദം ഇവിടെ നിർത്താം. ഒരു ഊണ് കഴിക്കും. നോക്കില്ലതാ, നാം യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം നിന്നോട് വിശദമായി പറഞ്ഞതാണ്. എന്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ നിന്നെ കഷ്ടപ്പെടേണ്ടി വരും. ചിലപ്പോ പട്ടിണി കിടന്ന് മരിച്ചു പോയെന്ന് വരാം. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ കരാളാഗ്നിയിൽ എറിഞ്ഞ് ചാമ്പലായേക്കാം. നിങ്ങൾ ഈ കഥാപ്രസംഗം നിർത്തുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാണ്. ശരിയാണ്, ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരുപാട് ദൗർബല്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു കവി എന്ന നിലയിൽ. പക്ഷെ നിനക്കുമില്ലേ ദൗർബല്യങ്ങൾ? നീ എന്നെക്കാൾ നിന്റെ സ്വർണ്ണാഭരണങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഇതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? കൊണ്ടുപോ. എന്നാലെങ്കിലും നിങ്ങളുടെ കവിത പറച്ച് നിർത്തുമല്ലോ. ലതേ, നീ എന്നെ എന്താണെന്നാ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ നിന്റെ ആഭരണങ്ങൾ ഒരു വിറ്റെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ ഇതുവരെ എന്റെ മനസാക്ഷി വിറ്റിട്ടില്ല. ദേവട്ടാ, പ്ലീസ്. എനിക്ക് സഹിക്കാവുന്നതിനും ഒരു അതിരുണ്ട്. അതിനും അപ്പുറത്തെത്തിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇത് കൊണ്ടുപോയി വിൽക്കൂ. എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു നിമിഷം എന്തോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റാണ്, മറന്നേക്കും. ഇത് കൊണ്ടുപോയിക്കോളൂ. വേണ്ടല്ലേ, വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. നീ തണിഞ്ഞോളൂ. മാലയില്ലാത്ത നിന്റെ കഴുത്ത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇത്രയും നാൾ നോക്കിയിട്ട് ഒരു വഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. പോട്ടെ, സാരമില്ല. ഇത് വിറ്റിട്ട് നമുക്ക് ഇവിടെ നിന്നും പോകാം, ഏതെങ്കിലും വലിയ നഗരത്തിലേക്ക്. അവിടെ ദേവേട്ടൻ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് നാളെ തന്നെ പോകാം. നിന്റെ മുഖം കണ്ടുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ബസ്സിലിരിക്കുമ്പോഴും നിന്റെ ഈ മുഖം എന്നെ പിന്തുടരും. പോയി വരൂ ചേട്ടാ, അല്ലാതെ വേറെ വഴിയില്ല. കഴിയുന്നതും വേഗം വരണം. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ്. പിന്നെ ഒരു കാര്യം, 5-6 രൂപ കൊടുത്താൽ ഒരു പേഴ്മാല കിട്ടും. വാങ്ങാൻ മറക്കല്ലേ. ലതേ, വൈകാതെ വരണേ. കൊള്ളാം. മോളുടെ അമ്മയും ഞാനും ഇണപിരിയാത്ത കൂട്ടുകാരികളായിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുമ്പം ഞങ്ങൾ ഒന്നിച്ച് നടക്കും, ഒന്നിച്ചുണ്ണും, ഒന്നിച്ചുറങ്ങും. എന്റെ കല്യാണം നിശ്ചയിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 3 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. കരച്ചിലോട് കരച്ചിലായിരുന്നു. ഓളി ഇടുക്കിയായിരിക്കുന്നു. എന്താ ചേട്ടാ കത്തിൽ? ചേട്ടൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല അസുഖം മറ്റോ? ആർക്കും അസുഖമൊന്നുമില്ല ബാലു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു.
എന്തായാലും തുറന്നു പറയണ്ട ചേട്ടാ. എന്റെ ബാലു, നമ്മളിവിടെ മദ്യവും തന്തൂരി ചിക്കനും കഴിച്ചു രസിക്കുന്നു. അവിടെ കഷ്ടം. അവിടെ എന്താണ് ചേട്ടാ, വല്ല അത്യാവശ്യം സംഭവിച്ചോ? മൈ വൈഫ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയും 4 കുട്ടികൾ. ഭാര്യയുടെ അമ്മ, മദറില്ല, വേലക്കാരി. ഞാനത് എങ്ങനെ തുറന്നു പറയും? നോ, എന്നോട് പറയാൻ നിർബന്ധിക്കരുത് മിസ്റ്റർ ബാലു. ഐ കോണ്ട് എക്സ്പോസ് ഇറ്റ്. എന്നെ അത്രക്കും വിശ്വാസമില്ലേ? ചേട്ടൻ എന്നോട് എന്തും തുറന്നു പറയാം. നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? കേൾക്കേണ്ട കേൾക്കാൻ തയ്യാറാകണ്ടേ മിസ്റ്റർ ബാലു? അതാരാ? രാജുവോ? ആ, രാജുവിനോട് പറയേണ്ടതെല്ലാം ചേട്ടൻ എന്നോട് പറ. ഞാൻ പറയുന്നതിനപ്പുറം രാജു ഒന്നും ചെയ്തില്ല ചേട്ടാ. തീർച്ചയാണോ? തീർച്ച. എന്നാ കേട്ടോ, എന്റെ കുടുംബം കൊടും പട്ടിണിയിലാണ്. ദാ, ഇത് വായിച്ചു നോക്കൂ പ്ലീസ്. ഞാനും എന്റെ 4 പിള്ളേരും പട്ടിണി കൊടുക്കുന്നു. അയ്യോ ചേട്ടാ, നമ്മൾ 1000 രൂപ മണിയോട് അയച്ചിട്ട് 10 ദിവസമല്ലായുള്ളൂ. 1000 രൂപ. ഞാനും എന്റെ കുടുംബവും ബോംബെയിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് ഇൻ എ റോയൽ സ്റ്റൈൽ, ഫ്ലാറ്റ് നമ്പർ 3, നരിമൺ പോയിന്റ്, ബോംബെ 1. രാജു, എന്റെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു. എനിക്കൊരു 1000 രൂപ വേണം, ഇന്ന് തന്നെ ടീം വായിക്കണം. എന്റെ കാശൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കുടുംബത്തെ പട്ടിണിക്കിട്ട് സിനിമ ഉണ്ടാക്കാൻ എന്നെ കിട്ടില്ല. പ്ലീസ്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തോ വഴി ഉണ്ടാക്കാൻ തന്റെ ഉണ്ടെങ്കിൽ കൂടെ. നിങ്ങൾ പറഞ്ഞത് അതിനപ്പുറം ചിലവായി കഴിഞ്ഞു. ഇതേവരെ കട പോലും പൂർത്തിയായില്ല. ഇനി ഒരു ചില്ല് കാശ് പോലും വീട്ടിൽ നിന്ന് കിട്ടില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പിള്ളേര് കളിയല്ല. കഴിവില്ലാത്തവൻ അതിനിറങ്ങി തിരിക്കരുത്. യു അഡ്മിറ്റ് യുവർ ഇൻകേപ്പബിലിറ്റി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ചൂടാകാതെ, നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാ. എങ്ങനെയെങ്കിലും അത് പൂർത്തിയാക്കാനല്ലേ നോക്കേണ്ടത്. നമുക്ക് ഇത് ഇവിടെ അങ്ങ് നിർത്താം, അതാ നല്ലത്. താൻ എന്നെ ഇങ്ങനെ അവമാനിക്കരുതായിരുന്നു. ഞാൻ ബോംബെയിൽ തന്നേക്കാൾ വലിയ കൊടികെട്ടിയ പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുള്ളവനാണ്. മനോജ് കുമാർ, യാഷ് ചോപ്ര, രമേശ് സിപ്പി. അവരാരും എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പാക്ക് അപ്പ്. അയ്യോ ചേട്ടാ, ചതിക്കല്ലേ. രാജു Don't make me angry, Balu. Don't make me angry. മാറി നിൽക്കുക, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ള സിനിമ കാണിക്കും. രാജു, ഞാൻ പോകുന്നു. തനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ടെലിഗ്രാം അടിച്ചാൽ മതി. നരിമൺ പോയിന്റ്, ഫ്ലാറ്റ് നമ്പർ 3, ബോംബെ 1. ബൈ. മോൾ എന്റെ കൂടെ പോരെ. നിനക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. ഡൽഹിയിൽ സുഖമായിട്ട് താമസിക്കാം. അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി. മോള് വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. അമ്മ നോക്കുന്നത് പോലെ അച്ഛനെ കൊണ്ട് നോക്കാൻ പറ്റുമോ? നോക്കു, സുരേഷിന് ഇഷ്ടമാണോ? സുരേഷ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ വലിയ പഠിത്തക്കാരനാ. ആ, അതൊന്നും സാരാക്കണ്ട. ഞാൻ കൂടെ ഇല്ലേ? വാ. വരും. എന്റെ ദേവട്ടം വരാതിരിക്കില്ല. കൊച്ചേ, ഞാനിത് ഒത്തിരി കണ്ടതാ. ദേ ഇങ്ങോട്ട് നോക്ക്. അവനിനി വരാനൊന്നും പോകുന്നില്ല. വരും, വരാതിരിക്കില്ല. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്റെ ദേവട്ടം പോവില്ല. ഞാൻ ചോദിച്ച കേട്ടോ, അടക്കാനുള്ള പണം കയ്യിലുണ്ടോ? എനിക്ക് സർക്കാരിന് കണക്ക് ബോധിപ്പിക്കേണ്ടതാ. പണത്തെ പറ്റി മാനേജർ വിഷമിക്കണ്ട. അതിന് വഴി നമുക്ക് ഉണ്ടാക്കാം. തന്റെ കയ്യിൽ പണമുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം പോയി ആ കോട്ടേജിന്റെ ബില്ല് കെട്ട്. ദയവേത് എല്ലാവരും പുറത്തേക്ക് പോകണം. എന്താണ് മിസ്റ്റർ തോമസ്? ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ 2 ദിവസമായിട്ട് കാണാനില്ല സാർ. ഇവൾ ഇതിനകത്ത് തന്നെ അടച്ചുകൂട്ടി ഒരേ കിടപ്പാ. ഊണുമില്ല, ഉറപ്പുമില്ല. ഞാൻ ഇന്നാ വിവരം അറിഞ്ഞത്. കുട്ടിയുടെ ആൾക്കാരെ ആരെങ്കിലും അറിയിച്ചാലോ? കുട്ടിയുടെ വീട് എവിടെയാ? എന്നെ രക്ഷിക്കണം സാർ. മരിച്ചാലും ഞാൻ എന്റെ വീട്ടിൽ തിരികെ പോവില്ല സാർ. സാറിന്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നോളാം. എന്നെ രക്ഷിക്കണം സാർ. എടേ, എഴുന്നേൽക്ക്. ഇല്ല, ഞാൻ പോലീസിനെ വിളിക്കും. എല്ലാവരും പുറത്തേക്ക് പോകണം. നിന്റെ സാധനങ്ങളൊക്കെ എടുക്ക്. സാറ് ഒന്ന് പോയട്ടെ. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ പെണ്ണിന്റെ കാതിലും കഴുത്തിലും ഒക്കെ ഒരുപാട് ആഭരണം ഉണ്ടായിരുന്നത്രേ. എന്തൊരു ചതിയനാ. എന്തിനാ ഇങ്ങനെയുള്ളവന്റെ ഒക്കെ കൂടെ ഇറങ്ങി തിരിച്ചവളെ വേണം പറയാൻ. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഇതൊരു നിത്യസംഭവമാണ്. കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക. സാർ, ക്ഷമിക്കണം. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു പോയി. സാരമില്ല മിസ്റ്റർ തോമസ്. ആ കുട്ടി എവിടെ? ബസ് കയറ്റി വിട്ടു. ഇത്തരം കേസുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ ഇടപെടാൻ പോയ വലിയ പുലിവാല സാറേ. തോമസിന് ജോലി വളരെ വിഷമം പിടിച്ചത് തന്നെ. എന്ത് ചെയ്യാനാ സാർ? ഈ കേസിൽ നമുക്ക് 10-300 രൂപ നഷ്ടമായി. ആ മാനേജർ ഭയങ്കര ബോർണ.
ഞാനെല്ലാം പറഞ്ഞ് ശരിയാക്കിയതാ. അതിനിടക്ക് അയാൾ വന്ന് കലക്കി കളഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ടാക്സി പിടിച്ച് ബസിന്റെ പുറകെ വിട്ടാലോ? വഴിക്ക് വെച്ച് പിടിക്കാം, അല്ലെങ്കിൽ സിറ്റി ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടിക്കാം. താനും ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അതല്ല രാജു, നമ്മുടെ സിനിമയിലെ നായികയാവാൻ പറ്റിയ പെണ്ണായിരുന്നു. താനൊരു കാര്യം ചെയ്യ്, ഈ കാട്ടിലൂടെ നേരെ നടന്ന ബസ്സിനേക്കാൾ മുമ്പ് അങ്ങ് എത്താം. ശല്യം. തേൻ വേണമോ സാർ? അയ്യോ തലയെ പിടിക്കാൻ. അയ്യോ ഒന്നും ചെയ്യല്ലേ രാജു, ഒന്നും പറ്റിയില്ല, ഒന്നും സാരില്ല. ഇല്ല, ഒന്നും സംഭവിച്ചില്ല. അതെ, താങ്ക് യു. ചിന്ന പെരുമപ്പനെ വിളിക്കുന്നു. എന്തിനാ? നിക്കലൂടാ. എന്നാ വാ. പെരുമപ്പോ ആരാ? ഞാനാ ചിന്നൻ. ആ, നീ വന്നോ? നന്നായി. അടുത്ത വാവിന് ദേവിക്ക് ഗുരുതി. പാട്ടും ആട്ടവും വേണം, 9 കോഴി വേണം ഗുരുതിക്ക്. ഓ, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞാ നിന്റെ കെട്ട്. ഇങ്ങനെ ഒറ്റത്തടി പറ്റൂല. നിനക്ക് വയസ്സ് 21. ഓ, ഏത് പെണ്ണാ നീ നോക്കി വെച്ചേക്കണത്? ഇപ്പൊ പെണ്ണ് വേണ്ടേ? എന്നാ നീ ഒരു ചെറുക്കനെ കെട്ട്. അല്ല പിന്നെ പെണ്ണ് കെട്ടാണ്ട് പറ്റൂല. കാട്ടില് പല വകകളുണ്ട്. വഴി തെറ്റി. അടുത്ത വർഷം കെട്ടാമേ. എനിക്ക് വയസ്സ് 103. അടുത്ത കൊല്ലം കാണൂല. ഞാൻ ജാഗണേന് മുമ്പ് നീ പെണ്ണ് കെട്ടാം. ഏത് പെണ്ണിനെ വേണേ കെട്ടിക്കൂ. ഓ, അങ്ങനെ ചെയ്യാമേ. എടാ, ആ മൂലക്കൊരു വില്ലുണ്ട്, അതിങ്ങട്. എന്റെ അപ്പന്റെ വില്ല. പറക്കണ വല്ലതിനെയും ലാക്ക് നോക്ക്. ഇങ്ങടുത്തു വാ. ദേവിയെ കരുതി നടന്നോണം. പൊയ്ക്കോ. ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യം ഒരു തീരുമാനത്തിലെത്തിയില്ല. മോളെ, മോൾ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. രാഘവൻപിള്ള പറഞ്ഞ കാര്യം ഞാൻ നല്ലപോലെ ആലോചിച്ചു. എന്റെ മകൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. വലിയൊരു തുക സ്ത്രീധനം കൊടുത്ത്. അയ്യോ, ആ രീതിയിൽ ഇതിനെ കാണുന്നത് ഒട്ടും ശരിയല്ല. ജാനകിയുടെ നിർബന്ധം കൊണ്ടാണ് പ്രിയെ കല്യാണം കഴിക്കാൻ ഞാൻ സുരേഷിനെ നിർത്തി. അത് തന്നെയാണ് ഞാനും പറയാൻ വരുന്നത്. സുരേഷിനെ പോലെ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയാവാൻ പ്രിയയ്ക്ക് പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയയ്ക്ക് ഒന്നുകൊണ്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജാനകിക്ക് അവൾ സ്വന്തം മകൾ പോലെയാണെന്ന് ഞാൻ പറയണോ? അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത് സുരേഷും പ്രിയയുമായിട്ടുള്ള പൊരുത്തത്തെ കുറിച്ചാണ്. ഞാൻ നിർബന്ധിക്കുകയാണെന്ന് ധരിക്കരുത്. സുരേഷും പ്രിയയും തമ്മിൽ നല്ല ചർച്ചയുണ്ട്. കാഴ്ചയ്ക്ക് അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്, ശരിയാണ്. ഞാൻ പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. എന്റെ മകളുടെ മനസ്സ് വളരെ ലോലമാണ്. ഈ ബന്ധം ശരിയാകുമെന്ന്
എനിക്ക് തോന്നുന്നില്ല രാഘവൻപിള്ളേ, എന്നോട് ക്ഷമിക്കണം. പണിക്കരേട്ടൻ അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ എനിക്കിനിയൊന്നും പറയാനില്ല. പക്ഷേ ജാനകിക്ക് വലിയ വിഷമമായിരിക്കും. എന്നാലും സാരമില്ല. പണിക്കരേട്ടൻ ഒന്നുകൂടെ ആലോചിച്ച് എന്നെ വിവരം അറിയിച്ചാൽ മതി. ഞാൻ വരട്ടെ. എന്നാൽ ഞങ്ങൾ പോയി വരാം. മോളെ, ആൻറ്റി പോയിട്ട് വരട്ടെ. ഇടുക്കിയായിരിക്കണം. കത്തയക്കാം, മറുപടി അയക്കണം. മോളെ, ഇറങ്ങട്ടെ. ബൈ അങ്കിൾ. ബൈ. നമുക്കും നാളെ വീട്ടിലേക്ക് പോയാലോ മോളെ? അച്ഛൻ പുസ്തകത്തിൽ തീർന്നോ? ഇല്ല, അച്ഛന് കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എഴുതി തീർന്നിട്ട് പോ അച്ഛാ. മോൾക്കിവിടെ നല്ല സുഖമുണ്ട്. മോളുടെ ഇഷ്ടം. ഡയറക്ടർ സ്ഥലം വിട്ടെന്ന് വിചാരിച്ച് രാജു വിഷമിക്കണ്ട. രാജുവിന് ഹീറോ ആയിട്ട് അഭിനയിക്കാമോ? ഡയറക്ഷൻ അത് ഞാൻ ഏറ്റു. പക്ഷെ പെണ്ണ് പോയതാണ് ഇപ്പൊ ഒരു കഷ്ടം. താനും ചുമ്മാരിടോ. എന്റെ ഒരു ഡയറക്ഷൻ ഇവിടെ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴാ. പ്രിയമോളെ, എന്താ? ഞങ്ങളെ അറിഞ്ഞൂടെ? അറിയാം. പിന്നെന്താ ഓടി പോകുന്നത്? വരൂ വരൂ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അടുത്ത് വരൂ. പ്രിയമോൾക്ക് ഞാവൽപ്പഴം വേണോ? രാജു, മോൾക്ക് ഞാവൽപ്പഴം കൊടുക്ക്. പ്രിയക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്റെ അച്ഛൻ ഇഷ്ടം പോലെ കാട്ടുണ്ട്. പക്ഷെ പ്രിയ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രിയയ്ക്ക് വേണ്ടി എന്റെ സ്വത്തും കുടുംബവും എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പ്ലീസ്, പ്രിയ എന്നെ വാങ്ങിക്കില്ലേ? എന്റെ രാജു, എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ വേണ്ടേ? നിന്റെ സാധനങ്ങളെടുത്ത് വേഗം വണ്ടിയിൽ കയറ്. ആ, എന്നാൽ അങ്ങനെ ആട്ടെ മിസ്റ്റർ തോമസ്. ഓക്കെ സാർ. പിന്നെ കാണാം. എന്തെങ്കിലും തന്നിട്ട് പോവനെ. എന്റെ അടുത്ത് ബസ്സിന് പോലും പൈസ ഇല്ല. പൈസ മിസ്റ്റർ തോമസ്, എന്റെ മകളെ കാണാനില്ല. എല്ലാവരും കണ്ടോ? സാറ് പരിഭ്രമിക്കാതിരിക്കുക. നമുക്ക് അന്വേഷിക്കാം. കാട്ടിൽ എവിടെയെങ്കിലും കുട്ടിക്ക് വഴിയേറ്റിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ചിന്നനെ വിവരം അറിയിക്കാം. അവൻ അവന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. സാർ മുറിയിലേക്ക് എന്നാട്ടെ. പരമേശ്വരനാരെ സാറിന് മുറി കാണിച്ചു കൊടുക്കൂ. ഞാൻ ഇപ്പൊ വരാം. സാറേ, നമുക്ക് മുറിയിലേക്ക് പോവാം.
പൊന്നു മോളെ പ്രിയേ എന്തൊക്കെ കാണും അമ്മേ മോളെ എന്റെ പൊന്നോളെ പിയ പിയ അവിടെ ആരാ പ്രിയ മോളെ കണ്ടോ ഇവിടെ പെരിയ മോപ്പന്റെ വീട്ടിലുണ്ട് മോളെ 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 എന്റെ പൊന്നു മോളെ പേടിക്കണ്ട നിനക്ക് എന്ത് പറ്റി മോളെ കൊണ്ടുപോയിക്കോ മോളെ ചിന്ന ഓ ഒരു മഞ്ചല് മഞ്ചലുണ്ടാ ഓട ഇനി ഞങ്ങൾ പോവാണ് സാർ ചിന്ന ഞാനിതൊരിക്കലും മറക്കില്ല മോനെ നീയും കൂട്ടരും നാളെ ഇവിടെ വരണം വരാതിരിക്കരുത് നാളെ തന്നെ എനിക്ക് നിങ്ങളെ കാണണം ശരി സാർ ചിരിക്കുന്ന നിലാവിൻ്റെ
കണ്ണുനീർപ്പാടം കൊയ്യാൻ കൊതിക്കുന്ന വിധിയുടെ തടവുകാരൻ ചിരിക്കുന്ന നിലാവിൻ്റെ കണ്ണുനീർപ്പാടം കൊയ്യാൻ കൊതിക്കുന്ന വിധിയുടെ തടവുകാരൻ രാവുകൾ ഉണങ്ങാത്ത മുറിവുകൾ ഉറങ്ങാത്ത രാവുകൾ ഉണങ്ങാത്ത മുറിവുകൾ പാതി ചീന്തിയൊരാത്മാവിൻ പ്രാണവേദനകൾ ചിരിക്കുന്ന നിലാവിൻ്റെ കണ്ണുനീർപ്പാടം കൊയ്യാൻ കൊതിക്കുന്ന വിധിയുടെ തടവുകാരൻ മയങ്ങുന്ന പാവതൻ വിതുമ്പുന്ന ചുണ്ടുകൾ മയങ്ങുന്ന പാവതൻ വിതുമ്പുന്ന ചുണ്ടുകൾ തഴുകളിൽ അലിയാൻ നീളും വിരലുകൾ തേടി ചിരിക്കുന്ന നിലാവിൻ്റെ കണ്ണുനീർപ്പാടം കൊയ്യാൻ കൊതിക്കുന്ന വിധിയുടെ തടവുകാരൻ എഴുന്നേക്ക്. അച്ഛൻ ഉറങ്ങിയില്ലേ? കുടിക്കും മോളെ. മദ്യച്ച കുടിക്കും മോളെ. പ്രിയമോൾക്ക് എങ്ങനെയുണ്ട് സാർ? അവർക്ക് സുഖമുണ്ട് മിസ്റ്റർ തോമസ്. ആ ചിന്നനെയും കൂട്ടരെയും കണ്ടില്ലല്ലോ. അവർ വരും. കാട്ടിലെങ്ങും ഇനി ഒറ്റക്ക് പോരുത് കേട്ടോ. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ആരെയും കൂട്ടിന് വിടാം. അവളെ തനിച്ച് എങ്ങോട്ടും വിടുന്നില്ല. ഞാൻ ഇറങ്ങാം സാർ. കുറച്ച് പണിയുണ്ട്. ഡോക്ടറെ മറ്റോ വിളിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വരുത്താം. ഒന്നും വേണമെന്നില്ല. ഷീസ് ഓൾ റൈറ്റ് നൗ. മിസ്റ്റർ തോമസ്, ആ ബില്ലൊന്ന് കൊടുത്തയക്കും. ശരി സാർ. ഒരു 11 മണിക്കല്ലേ ഞങ്ങൾക്ക് പോകണം. ശരി സാർ. ഓ ആ ചിന്നനോ, വരൂ വരൂ. കൂട്ടുകാരൊക്കെ എവിടെ? അവര് കാട്ടിൽ ഓരോ പണിക്ക് പോയി. സുഖായോ? ആ സുഖായി. കൈവിട്ട് തേൻ തരാം. ഇപ്പൊ മരത്തിൽ നിർത്തതാ. ചൂട് തേൻ.
ചിന്ന ഇതിരിക്കട്ടെ. അയ്യോ എന്റെ ഒരു സന്തോഷം കൊണ്ടാ. വേണ്ട. നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഇത് വാങ്ങിക്കോ. വേണ്ട. നിനക്ക് എത്ര രൂപ വന്നാലും മതിയാവില്ല. നീയില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടില്ലായിരുന്നു. ഇത് വാങ്ങിക്കോ. ഞാൻ തൊടൂല. വേണ്ട. എന്തിനാ പണം? ഉപ്പും പോലെയും വാങ്ങണം. കുന്തിരിക്കം കൊടുത്താൽ അത് കിട്ടും. തേൻ കൊടുത്താ 2-3 രൂപ കിട്ടും. അത് മതി. കുട്ടിക്ക് സുഖമായോ? പെരിയമ്മപ്പം ചോദിച്ചു. നടക്കാൻ പറ്റുമോ? ഓ, ഞാൻ നടക്കാം. അയ്യോ മോളെ, മോൾക്ക് ക്ഷീണമല്ലേ? എനിക്ക് ഒരു ക്ഷീണമില്ല, എല്ലാം ഭേദായി. ഞങ്ങൾ പോവാൻ തുടങ്ങാണ്. പെരിയ മൂപ്പനെ പിന്നീട് വന്ന് കണ്ടാ പോരെ? മൂപ്പൻ ചത്തുപോയാലോ? ആ ശരി, ഞങ്ങൾ വരാം. വാ മോളെ. എല്ലാരും ഇരി. വേണ്ട, ഞങ്ങൾ അവിടെ നിന്നോളാം. അവിടെ ഇരി. കൊച്ചു പേടിച്ചതാ. കാട്ടിലെ ദൈവങ്ങള് കാത്ത്. ബാവിന് 2 നാള്. ദേവിക്ക് കുരുതി. അന്ന് വരണം. ശരി, പൊയ്ക്കോ. വാ മോളെ. ബില്ല് റെഡിയാണ് സാർ. എപ്പോഴാണ് പുറപ്പെടുന്നത്? 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ചിന്നന്റെ ആൾക്കാരുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അത് കഴിഞ്ഞിട്ടേ പോകാവൂന്ന് അവർക്ക് നിർബന്ധം. ശരിയാണ് സാർ, നല്ല രസമായിരിക്കും. ഞാൻ കൂടെ വരാം. ഊണ് റെഡിയായിട്ടുണ്ടോ? ഉണ്ട് സാർ. വാ മോളെ. ചിന്നൻ എങ്ങോട്ടാ പോന്നേ? അച്ഛാ, ഞാനിന്ന് ചിന്നന്റെ വീട്ടിൽ പോട്ടെ? വേണ്ട, കാട്ടിലൊന്നും പോകണ്ട. ചിന്നന്റെ കൂടെയാണ് അച്ഛാ. എന്നാലും വേണ്ട. ഞാൻ പോവും. പറഞ്ഞ അനുസരിക്കാൻ വയ്യല്ലേ? നീ എങ്ങും പോകണ്ട. കാട്ടിലൊന്നും അങ്ങനെ പോവാൻ പാടില്ല മോളെ. കാട്ടിൽ മറ്റന്നാൾ നമുക്ക് ഉത്സവത്തിന് പോവാം. ഞാൻ വരുന്നല്ലോ ഉത്സവത്തിന്. ചിന്നൻ എവിടെ?
പുറത്ത് കാത്തു നിൽക്കുന്നു. എന്നാ ശരി, സൂക്ഷിച്ചു പോ. അവനോട് നിന്നെ ഇവിടെ കൊണ്ടുവിടാൻ പറയണം. തനിച്ചെങ്ങും പോരുതേ. ഇല്ല. വാ പോ. ചൂടി കർക്കിടകത്തേരേറി കുരുതിത്തറയിൽ വാചിരുദേവി കരിമാനപ്പുട ചൂടി കർക്കിടകത്തേരേറി കുരുതിത്തറയിൽ വാചിരുദേവി കണ്ണിലെ കനലാക്കി കരുമലീയാക്കി മണ്ണിലെ ഇറങ്ങി വാചിരുദേവി അങ്ങനെ മണ്ണിലെ ഇറങ്ങി വാചിരുദേവി ലാലലി ലാലലി ലാലലി
മോളെ മോക്ക് സുഖമില്ലേ? അച്ഛാ, ഞാൻ ഒരുപാട് ആടട്ടെ. മോക്ക് അവരുടെ ആട്ടം അറിയില്ലല്ലോ. എനിക്ക് ആടണം. കൊച്ചു അവരുടെ കൂടെ കൂടിക്കോ. നിന്നുള്ളേ ചെറുതാറേ, നിന്നുള്ളേ ചെറുതാറേ, എങ്ങനെ രാവ് കണ്ടേ, എങ്ങനെ രാവ് കണ്ടേ. കോലം നീ ഒതുക്കി, കോപം നീ അടക്കി, കോലം നീ ഒതുക്കി, കോപം നീ അടക്കി, മണിതള തിരുപ്പി തിരുപ്പി ചിരി വിതച്ചുവാ, അങ്ങനെ മണിതള തിരുപ്പി തിരുപ്പി ചിരി വിതച്ചുവാ, അങ്ങനെ ചിരി വിതച്ചുവാ, അങ്ങനെ ചിരി വിതച്ചുവാ. കരിവാളക്കുറ ചൂടി തട്ടിയടക്കേനേരി മുരുളിത്തറയിൽ വാതിരുദേവി, കണ്ണിലെ കണലാക്കി കരുമണ നീരാക്കി മണ്ണിലേക്ക് ഇറങ്ങി വാതിരുദേവി, അങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങി വാതിരുദേവി. എന്താ ഇത്, ചാരായമോ? കുടിക്ക്, കേടൊന്നുമില്ല. എനിക്ക് വേണ്ട, കുറച്ച് വെള്ളം കിട്ടിയാൽ മതി.
ഒറ്റയ്ക്ക് എന്തിനാ കാട്ടി വന്നേ? എങ്ങനെ കൊന്നേ? പുലി ചത്തു. വാ, കൊണ്ടാക്കാം. അർദ്ധനാരീശ്വര സങ്കൽപ്പം അനാദി ചൈതന്യം പുരുഷ പ്രകൃതി സംഗമയാമം സമ്പൂർണ്ണ സംഗീതം അനന്തത തേടും അത്ഭുതയാനം ആദ്യ ജീവത് സ്പന്ദനം അവർണ്ണനീയം പരമാണുവിലും പടരും മോഹാവേശം മുഗ്ധവികാര സാക്ഷാത്കാരം ഈ സർഗസൗന്ദര്യം യുഗാന്തരങ്ങൾ കുളമ്പടി തുടരും നിതാന്തലയ വിന്യാസം
മോളെ 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 പ്രിയേ ഗുഡ് മോർണിംഗ് സർ. മോളെ പ്രിയേ മോളെ
അർത്ഥയാത്രതൻ ഏതോ സന്ധിയിൽ അർത്ഥയാത്രതൻ ഏതോ സന്ധിയിൽ അർത്ഥമറിഞ്ഞു സത്യമറിഞ്ഞു പിന്നെയും ഭ്രൂണമായി നിന്റെ ഗർഭാശയത്തിൽ അമ്മേ പ്രകൃതി ഉഗ്രരൂപിണി മൂലകാരിണി സൃഷ്ടി സംഹാരിണി അമ്മ